അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാഹത്തല്ലേ? ഇപ്പോ അൽഹംദുലില്ലാ. റമദാനൊക്കെ ആണല്ലോ, പ്രത്യേകിച്ച് സദക്ക ഒക്കെ കൂടുതലും ആളുകൾ കൊടുക്കുന്ന ഒരു സമയമാണ്. നമ്മളിപ്പോൾ ഈ ഒരാൾക്ക് എന്തെങ്കിലും നമ്മുടെ അടുത്ത് വന്ന ഒരു സദക്ക കൊടുത്തു, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന ഒരു വിഷയമാണ് എന്ത്, ഒന്ന് ദുആ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞോ പറഞ്ഞിരുന്നല്ലോ, ചില ആൾക്കാർ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും ഒക്കെ ദുആ ചെയ്യും. അള്ളാഹു ഖൈറിലാക്കട്ടെ എന്നോ എന്തെങ്കിലുമൊക്കെ ദുആ ചെയ്യും. ചിലവരൊന്നും പറയില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ കേട്ടു, നമ്മളിപ്പോൾ അങ്ങനെ ഒരാൾക്ക് സദക്ക നൽകി, അപ്പോൾ നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലത്തിൽ കുറവ് വരുന്നുള്ളത്. അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് ദുആ ചെയ്യാൻ പറയാൻ പറ്റൂലേ? പറഞ്ഞ അങ്ങനെ പ്രതിഫലം കുറയാണെങ്കിൽ, ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു, അയാൾ ദുആയും ചെയ്തു, ഇത് കുറയാതിരിക്കാൻ എന്തെങ്കിലും പ്രതിവിധി ഇമാമിങ്ങൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഉസ്താദ് വിശദീകരിക്കും. സ്വതക്ക കൊടുക്കുന്ന സമയത്ത് ഒന്നും നമ്മൾ അവരിൽ നിന്നും പ്രതീക്ഷിക്കണ്ട എന്നതാണ് ഫുഖഹാഇൻ്റെ ഭാഷ. ദുആ ചെയ്യാനും വേണ്ടി പറയണ്ട, ഒന്നും ചെയ്യണ്ട. കാരണം നമ്മൾ കൊടുക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് കൂലി കിട്ടാനാണ്. അതെന്തായാലും കിട്ടും. അപ്പോൾ അതിൻ്റെ തനിമയിൽ തന്നെ അത് കിട്ടണമെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കണ്ട. മറ്റവർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അല്ലെ ദുആ ചെയ്താലൊക്കെ എന്താകും, അത് ആ ഒരു സ്വതക്ക സ്വീകരിക്കാതെ പോകൂല, ഇച്ചിരി മങ്ങലേൽക്കും. അതിൻ്റെ ആ പ്രൗഢിയിൽ തന്നെ, അതിൻ്റെ തനിമയിൽ തന്നെ കിട്ടണമെങ്കിൽ അവിടെ ഒന്നും വരേണ്ടതില്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുമ്പം എന്തായാലും അയാളെ നോക്കിയിട്ടല്ലേ നമ്മൾ കൊടുക്കുള്ളൂ. ബാക്കി പിന്നെ അല്ലാഹ്. നമുക്ക് കണ്ടുപിടിക്കാത്ത ഒരാൾക്ക് എന്തായാലും നമ്മൾ കൊടുക്കൂല, ഉറപ്പന്നല്ലേ. നമ്മളെന്തെങ്കിലും കൊഴിഞ്ഞ് കഴിവ് പറഞ്ഞ് മാറും. നേരെ മറിച്ച് നമുക്ക് കുഴപ്പമില്ല, ഇത് കൊടുക്കേണ്ടത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയത്താണ് നമ്മൾ കൊടുക്കുക ഏറെക്കുറെ. പിന്നെ വലാത്ത ജസൂസ് ഖുർആൻ പറഞ്ഞ കുത്തിച്ചിഞ്ഞ് അന്വേഷിക്കാൻ നമ്മൾ പോകൂല, വേണ്ടേനും. പക്ഷെങ്കിൽ ഏറെക്കുറെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മളതായ ഒരു മനസ്സൊക്കെ ഒരു തൃപ്തി, ഇത് കൊടുക്കേണ്ടതാണ് എന്ന് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ അത് കൊടുക്കുന്നത്. അപ്പം ആ സമയത്ത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിക്കൊണ്ട് കൂലി ആഗ്രഹിച്ച് അങ്ങനെ തന്നെ കൊടുക്കുക. അതിലിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ട, വേറെ ഒന്നും പ്രതീക്ഷിക്കണ്ട. ഇനി എങ്ങാനും പിന്നെ നമ്മുടെയൊക്കെ ഒരു പൊതുവെ ഒരു ശൈലി പ്രകൃതി എന്താണ്, ദുആ ചെയ്യട്ടോ, ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെയാണ് നമ്മൾ പറയാം ദുആ ഇറക്കി എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ ഏത് സ്റ്റേജിലുള്ളത് പറയാൻ പറ്റൂല. അത്രയും പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് നൊമ്പരപ്പെട്ട് നിൽക്കുകയായിരിക്കും. അപ്പോഴേ കാര്യം നമ്മൾ കൊടുക്കുന്നത് അത് അവരുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അവർ പെട്ടെന്ന് ഇങ്ങോട്ട് ദുആ ചെയ്തു പോകും. അതൊന്നും ഇപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർ ദുആ ചെയ്യുക, നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞവർ ദ്വാരക്കാണെങ്കിലോ നമ്മൾ പറയാതെ അവർ ദുആ ചെയ്യുകയാണെങ്കിലോ എങ്ങനെയാണെങ്കിലും അവർക്ക് വേണ്ടി തിരിച്ചും ദ്വാരുന്നാൽ മതി. വയ്യാക്കും കദാലിക്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അള്ളാഹു തആല തിരിച്ചു നിങ്ങൾ ഖൈർ നൽകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വതക്ക അതങ്ങനെ തന്നെ അതിൻ്റെ തനിമയിൽ ബാക്കിയാകും. അവിടെ ഒരു കുറവൊന്നും ഉണ്ടാവില്ല. ദുആൻ്റെ വൈക്ക് അങ്ങനെ പോയിക്കോളും. അവർ നിങ്ങൾ ദ്വാരുന്നു, നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ദ്വാരുന്നു കൊടുത്തു, ഇങ്ങനെ കൂട്ടിയാൽ മതി എന്നുള്ളത്. അങ്ങനെയൊക്കെ മഹാനായ ഇമാം ഖതീബ് ഷർബീനി റഹിമഹുല്ലാ അവിടുത്തെ മുഗ്നി മെഹ്താജിൽ ഇതൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മുഗ്നി മെഹ്താജിൻ്റെ 4-ാം വാള്യം, അതായത് എൻ്റെ സ്വതക്കാത്തിൻ്റെ എൻ്റെ കിതാബുണ്ട്, അതിൽ നോക്കിയാൽ കാണും. ഉണ്ടോ? ഇതിൻ്റെ 205-ാമത്തെ പേജിൽ വതുസന്നു തസ്മിയത്തു ഇൻദ ദഫ്ഇ ഇലൽ മുതസദ്ദിഖി അലൈഹി ലിഅന്നഹ ഇബാദത്തുൻ. കൊടുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. നമ്മൾ എന്ത് സ്വതക്ക കൊടുക്കുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ സുന്നത്തുണ്ട്. മഹാനവറുള്ളതിന് റീസൺ പറഞ്ഞത്, ഇല്ലത്ത് പറഞ്ഞത് ഇബാദത്തുൻ, അതൊരു ആരാധനയാണ് എന്നാണ്. ഓക്കെ. ഖാലൽ ഉലമാ, പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, വലാ യത്മഉൽ മുതസദ്ദിഖു ഫിദ്ദുആഇ മിനൽ മുതസദ്ദിഖി അലൈഹി. ഉണ്ടോ? കൊടുക്കുന്ന ആള് ആ വാങ്ങുന്ന സ്വീകരിക്കുന്നവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കണ്ട, ഒന്നും കാംക്ഷിക്കണ്ട, അങ്ങനെ ചെയ്യണ്ട. കാരണം എന്തേ, അല്ലാ യൻഖുസ അജ്റു സ്വതഖത്തി, സ്വതക്കയുടെ കൂലി കുറയാതിരിക്കാൻ വേണ്ടി. അപ്പം അങ്ങനെ കാംക്ഷിക്കുമ്പോൾ എന്താകും, അത് പ്രാർത്ഥന എന്നല്ല, ഇനി വേറെ എന്തെങ്കിലും ഇത് നമ്മൾ ചെയ്യുമ്പോൾ അവനെ കൊണ്ട് വേറെ എന്തെങ്കിലും നേട്ടം നമുക്ക് ഉണ്ട്. ഇപ്പം അങ്ങനെയുള്ള കുളത്താണല്ലോ ഇപ്പോൾ ഒക്കെ, എന്തെങ്കിലും കുളത്തിയിട്ടാണ് ഇപ്പം അങ്ങനെ. അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ സംഭാവനക്കും പിരിവിനും പോകുമ്പോൾ തന്നെ എന്താ ചെയ്യുക, ചോദിച്ചാൽ കിട്ടുന്നവരും കൊണ്ടാ പോവുക തന്നെ. അപ്പം ഇതെങ്ങനെ ഇപ്പോൾ കൊടുക്കാതൊക്കെ, അല്ലെ ഇവന് കൊടുത്താൽ ഇങ്ങനെ നേട്ടം ഞമ്മക്കുണ്ട്, ഇങ്ങനെയൊക്കെ. അതൊന്നും വേണ്ട. നമുക്കത് കൊടുക്കണമെന്ന് ബോധ്യപ്പെട്ടതാണോ, എന്നാൽ അതൊക്കെ എന്തോ ആവട്ടെ, അത് വേറെ വഴിക്ക് വിടുക. ഇതിൻ്റെ വഴിക്ക് തന്നെ പോവുക എന്നർത്ഥം. മനസ്സിലായില്ലേ?
അപ്പം അങ്ങനെ തന്നെ ആകുക. എന്നാൽ ആ പറയുന്ന സ്വതക്കയുടെ കൂലി കുറയാതിരിക്കാനാണത്. ഇനി എങ്ങാനും അങ്ങനെ ദുആ ചെയ്താലോ ഫഇൻ ദഅലഹു, ഇനി അയാൾക്ക് വേണ്ടി ഈ കിട്ടിയ ആൾ ദുആ ചെയ്താൽ ഉസ്തുഹിബ്ബ അൻ യറുദ്ദ അലൈഹി മിസ്ലഹാ, അതുപോലത്തെ ഒരു പ്രാർത്ഥന തിരിച്ചങ്ങോട്ട് ദ്വാരം നിർത്താൻ. ഇന്ന പ്രശ്നം തീർന്ന്. ഏതൊരു സംഗതിക്കും അതിന് പ്രതിവിധി പറയും, പരിഹാരം പറയും. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു പോയി. പൊതുവേ നമ്മുടെയൊക്കെ എൻ്റെ പ്രകൃതി തന്നെ എന്താ ദുആ ചെയ്യട്ടോ, അത് നമ്മൾ ചിലപ്പം പറയണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പം ആണ്ട് സാബിക്കായിട്ട് മുൻകടന്ന് പോകും ചിലപ്പം. അപ്പം അങ്ങനെ എങ്ങാനും അങ്ങനെ അവർ ദുആ ചെയ്താൽ, അല്ലെങ്കിൽ അവർ പറയാതെ ദുആ ചെയ്താൽ അതിൻ്റെ പ്രതിവിധിയാണ് പറഞ്ഞത്, അതിൻ്റെ പരിഹാരമാണ് പറഞ്ഞത്. അതുപോലെ അങ്ങോട്ടും പറയാം, ഒയ്യാക്കും കദാലിക്, വേണ്ട. അത് അവരെന്താണോ പറഞ്ഞാൽ അതുപോലെ സമാനമായ എന്തെങ്കിലും പ്രാർത്ഥന നമുക്ക് നിർത്തിക്കൂടെ? അല്ലാഹു തആല നിങ്ങൾക്ക് ഖൈർ എന്നിട്ട്, അല്ലാഹു തആല നിങ്ങൾക്കും ബർക്കത്ത് ചെയ്യട്ടെ, ഇതാർക്ക് പറയാൻ കഴിയാത്ത, അങ്ങനെ പറഞ്ഞാൽ മതി. എന്തിന്? ലിതസ്ലമ ലഹു സദഖത്തുഹു, എന്നാൽ അവൻ്റെ ആ സ്വതക്ക അതിൻ്റെ തനിമയിൽ തന്നെ ബാക്കിയായിക്കോളും. ഒരു കുഴപ്പമുണ്ടല്ലോ, നമ്മൾ കൊടുത്ത സ്വതക്ക അതൊന്നുപോലും കുറയാതെ അങ്ങനെ തന്നെ കിട്ടും എന്നർത്ഥം. മഹാന ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ വിശദീകരിച്ചുകൊണ്ട് ആശത്തു ഷർവാനിലും അതൊക്കെ ഇത് പറയുന്നുണ്ട്. ഇതെല്ലായിടത്തുള്ള തന്നെയാണ്, ഒന്നും കാംക്ഷിക്കണ്ട എന്നുള്ളിടത്ത്. ആശത്തു ഷർവാനിയുടെ 8ാം വള്ളി ഇതിൻ്റെ ഈ പറയുന്ന എൻ്റെ സ്വതക്കാത്തിൻ്റെ കിസ്മത്ത് സ്വതക്കാത്ത് എൻ്റെ പറയുന്ന ബാബ് തന്നെ. ഇതിൻ്റെ പിന്നെ കിതാബിൻ നിക്കാഹാണ് എടുത്തത്. അവിടെ നോക്കിയാൽ കാണും ഇതിൻ്റെ അവസാനം 466 പേജിലായിട്ട് അതേ ഇബാറത്ത് വയസ്സന്നു തസ്മിയത്തു ഇന്ദു ദഫ്ഇ എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ ഏതായാലും അകത്തുക പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ട് നമ്മളൊരു വിഷയത്തിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കൂലി കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം, അതിന് വേറെ പ്രതിവികാരം അങ്ങോട്ട് ഉണ്ടാകും, അല്ലെ അങ്ങനെ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാകും എന്നൊന്നും വിചാരിക്കണ്ട. അങ്ങനെ വിചാരിച്ചു കൊടുത്താൽ സ്വതക്കയുടെ ആ ഒരു തനിമ ഉണ്ടാകുമല്ലോ, അതിൻ്റെ തനിമയിലുള്ള കൂലി അത്ര തന്നെ ഉണ്ടാകൂല. കൊടുത്തൊക്കെ സ്വീകരിക്കും, അത് വേറെ വിഷയം. പക്ഷെങ്കിൽ കൂടെ ഇങ്ങനെ കുറച്ച് മങ്ങലുണ്ടാകും എന്നർത്ഥം. മങ്ങലില്ലാതെ എൻ്റെ പ്രൗഢിയിൽ തന്നെ ആവണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എങ്ങാനും അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ പരിഹാരം പ്രത്യേകിച്ച് അങ്ങോട്ട് ദ്വാരന്ന് കൊടുക്കുക, അതൊക്കെ തന്നെ കേട്ടോ.